അഊദുബില്ലാഹി മിനശ്ശൈത്താനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയ വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക ചരിത്രത്തിലെ മനോഹരമായ ഒരു സംഭവമുണ്ട്. നമ്മളൊക്കെയും ഇനി ജീവിതത്തിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ഭാവിയിൽ ചിലപ്പോൾ നിങ്ങളുടെ ക്യാമ്പസിലോ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ സഹപാഠികളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു വല്ലയിടത്തു നിന്നുമോ ഇസ്ലാമിനെ കുറിച്ചുള്ള ധാരാളക്കണക്കിന് ചോദ്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ എങ്ങനെയാണ് നിങ്ങളതിന് ഉത്തരം പറയുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ചരിത്ര സംഭവത്തിൽ ഉമർ ബിൻ അബ്ദുൽ അസീസ് ഖലീഫയായ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. അദ്ദേഹം ബസ്രയിലെ ഗവർണറായിട്ട് ഖിയാസ് ബിൻ മുആവിയ അദ്ദേഹത്തെ എന്ത് ചെയ്യാണ്, ഭരണമേൽപ്പിക്കുകയാണ്. ഖിയാസ് ബിൻ മുആവിയ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ധിഷണാശാലിയായ, നല്ല അറിവുള്ള, തഖ്വയുള്ള, പാണ്ഡിത്യമുള്ള ഒരു യുവാവാണ്, ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം. കുറേ ആലോചനയ്ക്ക് ശേഷമാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് ബസ്രയിലെ ഗവർണറായിട്ട് അദ്ദേഹത്തിന് നിശ്ചയിക്കുന്നത്. കാരണം ബസ്ര എന്ന് പറയുന്നത് വലിയ പ്രാധാന്യമുള്ള ഒരു ഭരണപ്രദേശം കൂടിയാണ്. അങ്ങനെ അദ്ദേഹത്തെ അവിടെ ഗവർണറായി നിശ്ചയിച്ചു. അദ്ദേഹം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വളരെ ബുദ്ധിമാനായ ഒരു മനുഷ്യനാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ബുദ്ധിയെ സൂചിപ്പിക്കുന്ന ഒരു ചരിത്ര സംഭവമുണ്ട്. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് ഒരു നാടുവാഴി വരുന്നുണ്ട്. നാടുവാഴി വന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നു, അല്ല, താങ്കളോട് എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, ചില കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്, ആ സംശയം താങ്കളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരി, താങ്കൾ അവിടെ ഇരിക്കൂ, താങ്കൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ആ നാടുവഴി പറയുന്നുണ്ട്, നിങ്ങളുടെ ഇസ്ലാമിൽ കള്ള് അല്ലെങ്കിൽ മദ്യം അത് ഹറാമാണോ എന്ന് ചോദിക്കുന്നു. അപ്പം പറയുന്നു, അതെ, ഇസ്ലാമിൽ മദ്യം ഹറാമാണ്. അപ്പം ആ നാടുവഴി പറയുന്നുണ്ട്, എന്തുമാത്രം മോശമാണത്, എന്തുമാത്രം വിഡ്ഢിത്തപരമായിട്ടുള്ള മതമാണ് ഇസ്ലാം. കാരണം ആരാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത് ചോദിക്കുന്നു. എന്താണ് താങ്കൾ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ ആ നാടുവഴി പറയുന്നുണ്ട്, ശരി, നിങ്ങളുടെ ഇസ്ലാമിൽ വെള്ളം കുടിക്കാൻ പാടുണ്ടോ? അതെ, വെള്ളം കുടിക്കാൻ പാടുണ്ടല്ലോ. മുന്തിരി കഴിക്കാൻ പാടുണ്ടോ? മുന്തിരി കഴിക്കാൻ പാടുണ്ട്. ഓക്കെ, എങ്കിൽ ഞങ്ങൾ ഈ മുന്തിരിയും ഈ വെള്ളവും മിക്സാക്കി ഒരു ഭരണിയിലാക്കി കുറച്ച് നാൾ ഞങ്ങളത് ഭൂമിക്കടിയിൽ കുഴിച്ചു വെച്ചതിന് ശേഷം ഉപയോഗിക്കുന്നതിനെ നിങ്ങൾ എന്തിനാണ് നിഷിദ്ധമെന്ന് പറയുന്നത്, ഹറാം എന്ന് പറയുന്നത്? ഇതാണ് ഞാൻ പറയുന്നത്, ഇസ്ലാം വിഡ്ഢിയായ ഒരു മതമാണ്, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ എല്ലാ നിയമങ്ങളും അത് വിഡ്ഢിത്തപരമാണ് എന്ന് ഞാൻ പറയാൻ കാരണം ഇതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഖിയാസ് ബിൻ മുആവിയ, അദ്ദേഹം ഖാളിയാണല്ലോ, അദ്ദേഹം ഈ മനുഷ്യനോട് പറയുന്നുണ്ട്, ശരി, താങ്കൾ എന്നോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചല്ലോ, ഇങ്ങനെ ഞാനും താങ്കളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ? അപ്പം പറഞ്ഞു, ശരി, ചോദിച്ചോളൂ. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഖിയാസ് ബിൻ മുആവിയ അൽ ഖാളി, അദ്ദേഹം പറയുന്നുണ്ട്, ശരി, താങ്കളെ ഞാൻ കുറച്ച് വെള്ളമെടുത്ത് എറിഞ്ഞാൽ താങ്കൾക്ക് വേദനിക്കുമോ? അപ്പോൾ പറഞ്ഞു, ഇല്ല, കുറച്ച് വെള്ളമെടുത്ത് എന്നെ എറിഞ്ഞാൽ എങ്ങനെയാണ് എനിക്ക് വേദനിക്കുക? ശരി, താങ്കളെ ഞാൻ കുറച്ച് പൂഴി മണലെടുത്ത് എറിഞ്ഞാൽ താങ്കൾക്ക് വേദനിക്കുമോ? ഇല്ല, മണലെടുത്ത് എറിഞ്ഞാലും എനിക്ക് വേദനിക്കില്ല. കുറച്ച് കുമ്മായപ്പൊടിയെടുത്ത് താങ്കൾ എറിഞ്ഞാൽ താങ്കൾക്ക് വേദനിക്കുമോ? അപ്പോൾ ആ നാടുവഴി പറഞ്ഞു, ഇല്ലല്ലോ, എനിക്കങ്ങനെ വേദനിക്കില്ല. അപ്പോൾ ഖിയാസ് ബിൻ മുആവിയ അദ്ദേഹം പറയുകയാണ്, എങ്കിൽ ശരി, ഈ 3 സാധനം കൂടെ ഞാൻ മിക്സ് ചെയ്തു, വെള്ളവും പൂഴിയും കുമ്മായവും മിക്സാക്കി, എന്നിട്ട് ഞാൻ, താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ മണ്ണിൽ അടിയിലാണ് താങ്കൾ കുഴിച്ചു വെക്കാന്ന്, ഞാൻ ഭൂമിക്ക് മുകളിൽ കുറച്ച് വെയിലത്ത് കുറച്ച് ദിവസം ഞാൻ എന്ത് ചെയ്തു, അത് വെയിലത്ത് വെച്ചു. ഞാൻ 3 കൂടി മിക്സാക്കി അതൊരു ഉരുളയാക്കി, എന്നിട്ട് ഞാൻ വെയിലത്ത് വെച്ച് ഉണക്കി, എന്നിട്ട് അതുകൊണ്ട് താങ്കളെ എറിഞ്ഞാൽ താങ്കൾക്ക് വേദനിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ മനുഷ്യൻ പറയുന്നുണ്ട്, ഓ, അതുകൊണ്ട് എന്നെ എറിഞ്ഞാൽ എനിക്ക് വേദനിക്കുന്നു മാത്രമല്ല, ചിലപ്പോൾ ഞാൻ അതിൻ്റെ ഏറുകൊണ്ട് മരിച്ചു പോയേക്കാം, കാരണം അതൊരു ഇഷ്ടിക കട്ടയായിട്ടുണ്ടാകും. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഖിയാസ് ബിൻ മുആവിയ ചോദിക്കുന്നുണ്ട്, താങ്കൾക്കിപ്പോൾ എന്തുകൊണ്ടാണ് ഇസ്ലാം ലഹരി ഹറാമാക്കിയതെന്നുള്ള ഉത്തരം കിട്ടിയോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ചുറ്റും പലപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ തൊട്ടാൽ ഒരു കുമിളയോളം ദുർബലമായ ചില ചോദ്യങ്ങൾ, തൊട്ടാൽ പൊട്ടിപ്പോകുന്നത്ര. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിലന്തിയുടെ വലക്ക് ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലേ, എങ്ങനെയാണ് ഒരു സ്പൈഡറിൻ്റെ നെറ്റ്, എങ്ങനെയാണ് അതെത്രമാത്രം സൂക്ഷ്മതയോടെയും ഹാർഡ് വർക്കോടുകൂടി ധാരാളം സമയം ചെലവഴിച്ചിട്ടാണ് ഒരു ചിലന്തി അതിൻ്റെ നെറ്റ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഒരു ചെറിയ ഒരു കമ്പ് കൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നേരിയ ഒരു പാട, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നൂല് വലിച്ചാൽ തന്നെ ആ
ചിലന്തി വല ഇല്ലാതായിപ്പോകും, മുഴുവനായിട്ട് ചുരുങ്ങിപ്പോകും, ഒന്നുമില്ലാതായിപ്പോകും. അത്രമാത്രം ദുർബലമാണ് സത്യനിഷേധികളുടെ വാദങ്ങൾ എന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇവിടെ ഇത്തരത്തിൽ തന്നെ ചില വർത്തമാനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് റഅദിലെ 17-ാമത്തെ ആയത്തിൽ വേറൊരു ഉദാഹരണം കൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എത്രമാത്രം ദുർബലമാണ് ഈ മനുഷ്യരുടെ വാദങ്ങളെന്ന്. ഒന്ന് തൊടുമ്പോഴേക്കും പൊട്ടിപ്പോകുന്ന, ഇല്ലാതായി പോകുന്ന, നശിച്ചു പോകുന്ന അല്ലെങ്കിൽ വാദങ്ങൾ അത്രമാത്രം ദുർബലമാണ്, അതിന് വലിയ ആയുസ്സൊന്നുമില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്. സൂറത്ത് റഅദിലെ 17-ാമത്തെ ആയത്തിൽ أنزل من السماء ماء فسالت أودية بقدرها فاحتمل السيل زبدا رابيا ومما يوقدون عليه في النار ابتغاء حلية أو متاع زبد مثله كذلك يضرب الله الحق والباطل فأما الزبد فيذهب جفاء وأما ما ينفع الناس فيمكث في الأرض كذلك يضرب الله الأمثال. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നാം ആകാശത്തു നിന്നും മഴ വർഷിപ്പിക്കുന്നു, ആകാശത്തു നിന്നും മഴ വർഷിപ്പിക്കുന്നു. അങ്ങനെ നദികളും തോടുകളുമെല്ലാം അവയുടെ വിശാലതയനുസരിച്ച് ആ വെള്ളവുമായിട്ട് ഒഴുകുകയും ചെയ്യുന്നു. അങ്ങനെ വെള്ളം പൊങ്ങിയപ്പോൾ ഉപരിതലത്തിൽ നുരയും പതയും ഉണ്ടായി. ആഭരണങ്ങളും പാത്രങ്ങളും മറ്റും ഉണ്ടാക്കുന്നതിന് വേണ്ടി ആളുകൾ തീയിലുരുക്കുന്ന വസ്തുക്കളിൽ നിന്നും ഇതുപോലുള്ള നുരയുണ്ടാകുന്നുണ്ട്. ഈ ഉദാഹരണത്തിലൂടെ അള്ളാഹു സത്യവും അസത്യത്തെയും ത്തിൻ്റെയും സ്വഭാവത്തെ നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നു. നുരകൾ വറ്റിപ്പോകുന്നു, മനുഷ്യർക്ക് പ്രയോജനമുള്ള വസ്തുക്കളോ ഭൂമിയിൽ നിലനിൽക്കുകയും ചെയ്യുന്നു. ഈ വിധത്തിൽ അള്ളാഹു ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഉദാഹരിക്കുന്നു. ഇത് കുറച്ച് വലിയൊരായത്താണ് അല്ലേ? നമുക്ക് തോന്നുന്നു എന്താണ് റബ്ബ് പറഞ്ഞതെന്ന് തോന്നും. അള്ളാഹു പറയാണ്, വലിയ പ്രദേശത്ത് നിന്നും അള്ളാഹു ആകാശത്ത് നിന്നും മഴ വർഷിപ്പിക്കുന്നു. അപ്പോൾ ആ മഴവെള്ളം എന്ത് ചെയ്യുന്നു? വലിയൊരു വാട്ടർഫാൾസ് ആയിട്ട് ഇങ്ങനെ വലിയൊരു താഴ്വാരത്തിലൂടെ ഔദിയത്തിൻ എന്നൊക്കെ പറഞ്ഞാൽ വാദി നൂർ, വാദി ഹുദ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വാദി എന്ന് പറഞ്ഞാൽ താഴ്വര എന്നാണ് അർത്ഥം. ഔദിയത്ത് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ താഴ്വരകളിലൂടെ അത് ഒഴുകുകയും ചെയ്യുന്നു. സാല എന്ന് പറഞ്ഞാൽ ഒഴുകി, സമാ എന്ന് പറഞ്ഞാൽ ആകാശം എന്നൊക്കെ അറിയാമല്ലോ അല്ലേ? അതറിയാത്തവരല്ലോ നിങ്ങൾ? മാ എന്ന് പറഞ്ഞാൽ വെള്ളം. അപ്പോൾ ഫസാലത്ത് ഔദിയത്തൻ അതിങ്ങനെ താഴ്വാരങ്ങളിലൂടെ ഒഴുകുകയാണ്. ബി ഖദരിഹ അതിൻ്റെ തോതനുസരിച്ച്. ഫഹ്തമല സൈലു സബദൻ റാബിയ ആ ഒഴുക്ക് നുരയും പതയും കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഫാമാൻ ഫ്രോത്ത് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ മുകൾ പരപ്പിൽ കിടക്കുന്ന ആ നുരയും പതയും. വമിമ്മ യുഖ്ദൂന അലൈഹി ഫിന്നാരി എന്നാൽ തീയിൽ നിന്നും കത്തിക്കുന്ന ആളുകൾക്കും ഇങ്ങനെയുള്ള നുരയും പതയും കാണാറുണ്ട്. ഇപ്പത്തി ആഗ്രഹിച്ചുകൊണ്ട്, എന്ത്? ഹില്യത്തൻ ആഭരണങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അത് തീയുരുക്കുന്ന, ലോഹമുരുക്കുന്ന സമയത്ത് നിങ്ങളിങ്ങനെ നുരയും പതയും കാണാറുണ്ട്. അത് മത്താഇൻ അല്ലെങ്കിൽ വല്ല ഉപകരണങ്ങളോ ആയുധങ്ങളോ ഉപകരണങ്ങളോ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളിങ്ങനെ ഇത്തരം നുരയും പതയും കാണാറുണ്ട്. ജബദൻ മിസ്ലഹു, ജബദ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നുരയും പതയും ഞങ്ങൾ കാണാറുണ്ട്. കദാലിക യദ്രിബുല്ലാഹുൽ ഹഖ്ക വൽ ബാത്തിൽ ഇതുപോലെയാണ് അള്ളാഹു ഹക്കും ബാത്തിലും. ഹക്ക് എന്ന് പറഞ്ഞാൽ എന്താ? സത്യം. ബാത്തിൽ അസത്യം. ഇങ്ങനെയാണ് അള്ളാഹു യദ്രിബുല്ലാ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടെന്ന് വിചാരിക്കുന്നു. യദ്രിബുല്ലാഹുൽ അംസാലു എന്ന് ധാരാളം ഈ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ലറബുല്ലാഹുൽ അംസാൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉദാഹരിക്കുന്നു, വിശദീകരിക്കുന്നു, ഉദാഹരണമായി നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു തരുന്നു. എന്ത്? ഹക്കും ബാത്തിലും, സത്യവും അസത്യവും. അമ്മ സബദു ഫയസ്ഹബു ജഫാഅൻ ആ നുരയും പതയും എന്ത് ചെയ്യുന്നു? അത് വറ്റിപ്പോകുന്നു. അമ്മാമ യൻഫഉന്നാസ് ഫയംകുസു ഫിൽ അർള് എന്നാലോ മനുഷ്യന് ഉപകാരമുള്ള മറ്റു വസ്തുക്കൾ അത് ഭൂമിയിൽ അവശേഷിക്കുകയും ചെയ്യുന്നു. കദാലിക യദ്രിബുല്ലാഹുൽ അംസാൽ ഇപ്രകാരമാണ് അള്ളാഹു ഉദാഹരണങ്ങൾ ഉദാഹരിക്കുന്നത്. ലറബൽ മസൽ എന്ന് പറഞ്ഞാൽ ഉദാഹരണമായി പറയുക. കദാലിക എന്ന് പറഞ്ഞാൽ അപ്രകാരമാണ്. ജഫ എന്ന് പറഞ്ഞാൽ വറ്റിപ്പോവുക.
ഫയസ്ഹബു എന്ന് പറഞ്ഞാൽ സഹബ എന്ന് പറഞ്ഞാൽ പോയി, ഫയസ്ഹബു ജഫാൻ അത് വറ്റിപ്പോകുന്നു എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു വാട്ടർഫാൾസ് കാണുകയാണെന്ന് വിചാരിക്കുക. മഴ പെയ്യുന്ന സമയത്ത് ശക്തമായ മഴയുണ്ടാകുമ്പോഴാണ് സാധാരണ എല്ലാ അരുവികളും അല്ലേ പിന്നെ കുളങ്ങളൊക്കെ നിറയുക. ആ സമയത്ത് തന്നെയാണ് കേരളത്തിൽ തന്നെ പ്രമുഖമായ വാട്ടർഫാൾസൊക്കെ നിറഞ്ഞു കവിഞ്ഞൊഴുകുക. അല്ല പറയാണ്, നിങ്ങൾ അത്തരത്തിലുള്ള വാട്ടർഫാൾസ് കാണുന്ന സമയത്ത് അതിൻ്റെ മുകളിലുള്ള നുരയും പതയും കാണാറുണ്ട്. നമ്മൾ വിചാരിക്കും ഇത് വെള്ളമല്ല വരുന്നത്, എന്തോ പഞ്ഞിക്കെട്ട് പോലെയുള്ള കുറേ കുമിളകളാണ് വരുന്നതെന്ന് തോന്നുന്നു. വെള്ളം കാണാനില്ല ചില സമയത്ത്. വെള്ളം കാണാത്തതുപോലെ നുരയും പതയുമായിരിക്കും മുകളിലുണ്ടാവുക. എന്നിട്ട് റബ്ബ് പറയാണ്, ആ സമയത്ത് മാത്രമല്ല, ആഭരണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ലോഹമൊരുക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള നുരയും പതയും ഉണ്ടാകും. പക്ഷെ വെള്ളം എവിടെയാണ്? അതിന് അടിയിലുള്ള സ്വർണ്ണാഭരണം എവിടെയാണ്, അല്ലെങ്കിൽ സ്വർണം എവിടെയാണെന്ന് ചോദിച്ചാൽ ഏറ്റവും അടിത്തട്ടിൽ അത് അവിടെ സേഫായിട്ടുണ്ടാകും. വാട്ടർഫാൾസിൽ നിങ്ങൾ മുകളിൽ കാണുന്ന നുരയും പതയൊക്കെ നിങ്ങളിങ്ങനെ എടുത്ത് കളക്ട് ചെയ്തിട്ട് ഒരു ബക്കറ്റിലേക്ക് ഇട്ടു എന്ന് വിചാരിക്കുക. അവസാനം നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ഒരു ഇത്തിരി വെള്ളം മാത്രമായിരിക്കും. അതിനുള്ളിലുള്ള വെള്ളം മാത്രമായിരിക്കും അവശേഷിക്കുക. അതാണ് അള്ളാഹു പറഞ്ഞത്, അസ്സബ്ദു ഫയസ്ഹബു ജഫാൻ, ആ നുരയും പതയും എന്തെയും വറ്റിപ്പോകും. ഫയംകുസു, ജനങ്ങൾക്ക് ആവശ്യമുള്ള ആ കാര്യങ്ങൾ അവശേഷിക്കുകയും ചെയ്യും. അഥവാ സ്വർണം അവിടെ ഒരിത്തിരി അവശേഷിച്ചിട്ടുണ്ടാകും. നിങ്ങൾ ഉരുക്കിയെടുക്കുന്ന സമയത്ത്, ആഭരണം ഉണ്ടാക്കുന്ന സമയത്ത് അതിന് മുകളിലുള്ള മാലിന്യവും നുരയും പതയുമൊക്കെ വറ്റിപ്പോവുകയും ചെയ്യും. ഇതാണ് സത്യം. ആ സ്വർണമാണ് സത്യം, ആ വെള്ളമാണ് സത്യം. ബാക്കിയൊക്കെ എന്താണ്? തൊട്ടാലില്ലാതായി പോകും. നിങ്ങൾ കാണുമ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റിയൊക്കെ തോന്നും, നിങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നും, നിങ്ങൾക്ക് ഭയങ്കര എന്താ പറയുക കൗതുകമായി തോന്നും. വാ ബ്യൂട്ടിഫുൾ എന്നൊക്കെ നിങ്ങൾ പറയും, എന്ത് രസമാണിത് കാണാൻ എന്നൊക്കെ നിങ്ങൾ പറയും. അതിങ്ങനെ പഞ്ഞിക്കെട്ട് പോലെയുള്ള നല്ല വെളുത്ത കുറേ അല്ലേ വെള്ളത്തിൻ്റെ അതിങ്ങനെ ഒഴുകുന്ന സമയത്ത് ഭയങ്കരമായിട്ട് നമുക്കതിനോട് ഇഷ്ടമൊക്കെ തോന്നും. പക്ഷേ അതൊന്ന് തൊടുമ്പോഴേക്കും ഇല്ലാതായി പോകുന്ന വാദങ്ങൾ മാത്രമാണ്. അത്രേ അതിന് ആയുസുള്ളൂ. നേരത്തെ നമ്മൾ പറഞ്ഞ കഥയിലെ അല്ലേ ഖിയാസ് ബിൻ മുആവിയ, അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അപ്പോൾ അങ്ങനെ ഒരു ഇഷ്ടിക കൊണ്ടെറിഞ്ഞാൽ താങ്കൾ മരിച്ചു പോകുമോ? അതെ. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാനിതാ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു എന്ന് തിരിച്ചു പറയുന്നുണ്ട് മറുപടി. എന്ന് പറഞ്ഞാൽ അത്രമാത്രം ആ പറയുന്ന ആൾ വിചാരിക്കുക ഞാൻ പറയുന്ന കാര്യങ്ങൾ വലിയ സംഭവമാണ്, ഞാൻ പറയുന്ന വാദങ്ങളൊക്കെ വലുതാണ് എന്നാ മനുഷ്യൻ വിചാരിക്കും. പക്ഷേ അത് വേറൊരു ചോദ്യം ചോദിക്കുമ്പോഴേക്കും ഇല്ലാതായി പോകുന്ന ദുർബലമായ പൊള്ളവാദം മാത്രമാണ്. സത്യമെന്ന് പറയുന്നത് വെള്ളമാണ്. അഥവാ വെള്ളമാണ് അവിടെ സത്യം. നുരയും പതയും പോകും, ഇല്ലാതായി പോകും. വെള്ളം അവസാനം വരെ മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന വെള്ളം എന്ത് ചെയ്യും? അവിടെ ഉണ്ടാകും. അതുപോലെ തന്നെയാണ് സ്വർണം. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ പണിയെടുക്കുന്നത്, ആ സത്യം അവിടെ അവശേഷിക്കും. ബാക്കി നിങ്ങൾ കാണുന്നതും നിങ്ങൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്നതും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും പുറമേക്ക് ഭയങ്കര സംഭവം എന്ന് തോന്നുന്ന സാധനങ്ങളൊക്കെ നശിച്ചു പോവുകയും ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പോൾ ഈ ഉദാഹരണം നമ്മൾ കൂടുതൽ ആലോചിക്കുമ്പോഴാണ് അതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതിനുശേഷമുള്ള ഒരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇങ്ങനെ പല വാദങ്ങളും കൊണ്ട് നടക്കുന്ന മനുഷ്യർ, സത്യം മനസ്സിലാക്കാത്ത മനുഷ്യർ അല്ലേ, സത്യം എന്ന് പറഞ്ഞാൽ അതാണ് എന്നെന്നും സത്യമായിട്ട് നിലനിൽക്കുക, ബാക്കിയൊക്കെയും ഇല്ലാതായി തീരും, അത്രക്ക് ദുർബലമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട് പിന്നെ പറയുന്നുണ്ട്, ഇങ്ങനെ പല വാദങ്ങളും കൊണ്ട് നടന്ന മനുഷ്യർ, ഞങ്ങൾ തന്നെയാണ് എല്ലാം പറയുന്നതൊക്കെ, ഞങ്ങൾ പറയുന്നത് തന്നെയാണ് ശരി, ഞങ്ങൾ ചെയ്യുന്നത് തന്നെയാണ് ശരി എന്നൊക്കെ വിചാരിച്ച് ജീവിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, ആ മനുഷ്യർ നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ എത്തുമ്പോൾ അവർ പറയത്രേ, നരകം കാണുമ്പോൾ പടച്ചോനെ ഞാനിതാ പെനാൽറ്റി ഞാൻ തരാം, അല്ല ഞാനൊരു ഫൈൻ തരാം, എൻ്റെ ഭൂമിയിൽ ഞാൻ സമ്പാദിച്ച ധാരാളം സമ്പത്തുകളുണ്ട്, കോടിക്കണക്കിന്, ഞാനൊരു വലിയൊരു മനുഷ്യനായിരുന്നു, സമ്പന്നനായിരുന്നു, ഞാൻ അവിടെ ഉണ്ടാക്കി വെച്ച വലിയ വീടും ലക്ഷറി കാറും വീടും ഒക്കെ ഞാൻ ഈ നരകത്തിന് പകരമായി തരാം. അപ്പോൾ അള്ളാഹു പറയും അത്രേ, ഇതല്ല, ഇതുപോലൊന്ന് വേറെയും നീ പകരമായിട്ട് പെനാൽറ്റി ആയിട്ട് തന്നാലും ഫൈനായിട്ട് തന്നാലും അത് നരകത്തിന് പകരമാവില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയും ചെയ്യും. തീർച്ചയായിട്ടും ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഗൗരവത്തോടു കൂടി കാണേണ്ടുന്നതാണ് അല്ലേ. അപ്പോൾ അതിനോട് അടുത്തുള്ള ആയത്തും മുകളിലുള്ള ആയത്തൊക്കെ വായിച്ച് നമ്മൾ ഇതിനോട് കണക്ട് ചെയ്ത് വായിച്ച് പഠിക്കുമ്പോഴാണ്
അള്ളാഹു എന്താണ് ഇതിലൂടെ പറഞ്ഞതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഹക്കും ബാത്തിലും സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന അവൻ്റെ അടിയാറുകളുടെ കൂട്ടത്തിൽ നാഥൻ നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ദുർബലമായ പല വാദങ്ങളും പല വർത്തമാനങ്ങളും പല ഇൻഫർമേഷനും നമുക്ക് മുമ്പിൽ ധാരാളമായിട്ട് കിട്ടും. അതൊക്കെയും നമ്മൾ വിചാരിക്കും വലിയ വലിയ സംഭവങ്ങളാണെന്നല്ലോ എന്ന്. പക്ഷേ അത് നുര മാത്രമായിരുന്നു, പത മാത്രമായിരുന്നു. അതിലുള്ള അടിയിലുള്ള വെള്ളമാണ് യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിൻ്റെ വാദങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കുക. നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് വേറൊരു ക്ലാസ്സിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.